എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. 8ാമത്തെ ചാപ്റ്റർ ടാൻജൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇപ്പോൾ നിങ്ങളോട് ഒരു സർക്കിളും ഒരു ലൈനും വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രീതിയിൽ വരയ്ക്കാൻ പറ്റും? 3 രീതിയിൽ വരയ്ക്കാം. ഏതൊക്കെയാ? ഒന്ന് സർക്കിളും ലൈനും ടച്ച് ചെയ്യാതെ വരയ്ക്കാം. ഒന്ന് സർക്കിളിനെ ലൈൻ കട്ട് ചെയ്ത് പോകുന്ന 2 പോയിന്റിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. മറ്റൊന്ന് സർക്കിളും ഈ ലൈനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് മാത്രം വരുന്ന രീതിയിൽ വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഈ ലൈൻ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ 3 രീതിയിലാണ് നമുക്ക് സർക്കിളും ലൈനും വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ സർക്കിളും ലൈനും മുട്ടാതെ വരയ്ക്കാം, അല്ലെങ്കിൽ 2 പോയിന്റിൽ മുട്ടി വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പൊ ഈ രീതിയിൽ വരയ്ക്കുമ്പോൾ ഇവിടെ ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ് ഈ ലൈൻ. അപ്പൊ ഇങ്ങനെ, അതായത് സർക്കിളിനും ലൈനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മുടെ ലൈന് സർക്കിളിന്റെ ടാൻജന്റ് എന്ന് പറയും. അപ്പോൾ ടാൻജന്റ് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതെ, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൽ ഒരു ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലെ ഒരു ലൈനും കൂടി വരയ്ക്കുകയാണ്. 2 പോയിന്റ് കട്ട് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ BC എന്നീ പോയിന്റിൽ ഈ ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യുന്നു. സെന്ററിലേക്ക് ഈ പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഈ BC എന്ന് പറയുന്ന ഈ കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് BAC എന്ന് പറഞ്ഞ ആംഗിൾ X ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് X ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് BAC എന്ന് പറയുന്ന ഈ ആംഗിൾ X ആണെങ്കിൽ BCA എന്ന് പറയുന്ന ഈ ആംഗിള്, BCA എന്ന് പറയുന്ന ആംഗിള്, അതായത് 180 ഈ ആംഗിൾ കുറച്ചിട്ട് പകുതി വീതം എടുക്കുന്നതായിരിക്കും. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ഐസോസെലസ് ട്രയാംഗിൾ ബിക്കോസ് റേഡിയസ് ഈക്വൽ. അപ്പോൾ ഐസോസെലസ് ട്രയാംഗിൾ ആയതുകൊണ്ട് ഈ 2 ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ 180 X കുറച്ചാൽ ഇതിന്റെ 2ന്റെ സമ്മ കിട്ടുക. അപ്പോൾ ഒരു ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? അതിന്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 180 - x/2 എന്ന് പറയുന്നതാണ് BCA. അപ്പോൾ 180/2 - x/2 എന്ന് എഴുതാം. 180/2 എന്ന് പറഞ്ഞാൽ 90 x/2. അപ്പൊ 90 - ½ x, അതായത് 90 ½ x കുറയ്ക്കുന്നതായിരിക്കും എപ്പോഴും ആംഗിൾ BCAയും അതുപോലെ ABCയും. അപ്പോൾ ആംഗിൾ C എന്ന് പറയുന്നത് 90 - ½ x ആണ്. ഇനി ഞാൻ നോക്കുക, ഈ ലൈനെ ഞാനിത് ഈ റേഡിയസിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യിച്ച് ഇങ്ങനെ കൊണ്ടുവരിക എന്ന് വിചാരിക്കുക. ഇങ്ങനെ മൂവ് ചെയ്യിച്ച് ആ പോയിന്റ് സിയിൽ വരുമ്പോൾ ഈ ബിയും സിയും കൂടി കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഈ ലൈൻ എന്തായി മാറും? സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് വരും. നോക്കാം. അപ്പോൾ ഈ ലൈനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ കുറച്ച് മൂവ് ചെയ്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ബിയും സിയും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന പൊസിഷനിൽ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് നോക്കി, ഇത് ടാൻജന്റ് ആയി എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് എന്നുള്ള ഒരു പോയിന്റ് ആയി മാറി. അപ്പൊ ടാൻജന്റ് ആകുമ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. ഇവിടെ ഈ ആംഗിള് 90 - x/2 നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഞാനിത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുമ്പോ എന്താ സംഭവിക്കുക? ഈ പോയിന്റ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഈ എക്സിന് എന്ത് സംഭവിക്കും? അതായത് B എന്ന പോയിന്റ് C എന്ന പോയിന്റിലേക്ക് അടുക്കുമ്പോൾ ഈ ആംഗിൾ കുറഞ്ഞു വരും, ഈ ആംഗിൾ കൂടി വരും. ഈ ആംഗിൾ 2ഉം കൂടി ജോയിൻ ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക? ബിയും സിയും കൂടി ജോയിൻ ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബിയും സിയും ഒറ്റ പോയിന്റ് ആകുമ്പോൾ ഈ X 0 ആവും. അപ്പൊ 90 - x/2 എന്ന് പറഞ്ഞാൽ 90 - 0 ആവും. 90 - 0 എന്ന് പറഞ്ഞാൽ 90, അതായത് X 0, അതായത് 2 റേഡിയസും കൂടി ഒരുമിച്ച് വരുമ്പോൾ X 0 ആവും. X 0 ആവുമ്പോൾ ഈ 90 - x/2 എന്ന് പറയുന്ന ആംഗിൾ ആണ് ഇത്. അത് 90 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ടാൻജന്റ്. എന്ന് പറഞ്ഞാൽ ഈ ടാൻജന്റ്, ഒരു പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ആ പോയിന്റിലൂടെയുള്ള റേഡിയസിന് അല്ലെങ്കിൽ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? ഒരു ലൈൻ, ആ പോയിന്റിലൂടെയുള്ള ലൈൻ ആ സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ടാൻജന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇത് മറ്റൊരു രീതിയിലും പറയാം. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളില് റേഡിയസ്, അപ്പോൾ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്.
അപ്പൊ ഇത് ടാൻജന്റ് ആണെങ്കിൽ സർക്കിളിനും ഈ ലൈനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഈ ലൈനിലെ എല്ലാ പോയിന്റും എവിടെയായിരിക്കും? സർക്കിളിന് പുറത്തായിരിക്കും, എക്സെപ്റ്റ് ദിസ് പോയിന്റ്. അതായത് സർക്കിളിനും ടാൻജന്റിനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ആ കോമൺ ആയിട്ടുള്ള പോയിന്റ് അതായത് അത് മാത്രമാണ് രണ്ടിലും വരുന്നുള്ളൂ, സർക്കിളിലും ലൈനിലും വരുന്നുള്ളൂ. അപ്പൊ ലൈനിലെ ഈ പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റും സർക്കിളിന് പുറത്താണ്. അപ്പോൾ സെന്ററിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറയുന്ന ആ റേഡിയസ് ആയിട്ട് വരും. കാരണം ബാക്കി എല്ലാ ലൈൻസും കണ്ടോ, ഇതെല്ലാം ഈ റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും. ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന, അതായത് ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ, ലംബമായിട്ടുള്ള ദൂരമാണ്. ബാക്കിയെല്ലാം അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ O എന്ന സെന്ററിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? OP, അത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് എന്തിനു പെർപെൻഡിക്കുലർ ആണ്? ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ ഈ തരത്തിലും നമുക്കത് പറയാൻ പറ്റും. അതായത് സെന്ററിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് ആരം എപ്പോഴും ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് റേഡിയസ് വരുള്ളൂ. അപ്പോൾ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈൻ ആയിരിക്കും ടാൻജന്റ്. പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം O to tangent is AB. O to tangent AB is OP. So OP is perpendicular to shortest distance. പറഞ്ഞാൽ perpendicular distance ആണ്, അതുകൊണ്ട് OP perpendicular ആണ്. ഓക്കെ, draw a circle of radius 3 cm and mark a point P on it. Draw a tangent through P. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിൾ 3 cm റേഡിയസിൽ വരയ്ക്കുക, അതിനകത്ത് ഇഷ്ടമുള്ളിടത്ത് ഒരു P എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തുക, Pയിലൂടെ ടാൻജന്റ് വരയ്ക്കണം. അപ്പോൾ നോക്കുക, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? P എന്ന പോയിന്റ്, ആ സർക്കിളിൽ ഒരു P എന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി Pയിലൂടെ ടാൻജന്റ് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ വരച്ചാൽ ടാൻജന്റ് ആവില്ല അല്ലേ? കാരണം ഒന്നിലധികം പോയിന്റിനെ ടച്ച് ചെയ്തെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ടാൻജന്റ് കൃത്യമായിട്ട് കിട്ടാൻ എന്ത് വരണം? അത് റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. അപ്പൊ ഈ പോയിന്റിലൂടെയുള്ള റേഡിയസ് വരയ്ക്കുക. അപ്പൊ അത് റേഡിയസ് വരച്ചു. ഇനി ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് Pയിലൂടെ ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ Pയിലൂടെ ലൈൻ വരയ്ക്കാൻ നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. കോമ്പസ് ഉപയോഗിച്ച് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ലൈൻ റേഡിയസ് അല്പോടെ നീട്ടിയ ശേഷം ഈ പോയിന്റിൽ നിന്ന്, ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ഈ ഒരു നിശ്ചിത ഡിസ്റ്റൻസ്, ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാം. ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു, അതേ അളവിൽ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ എന്താ? ഈ രണ്ട് പോയിന്റിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരും ഇത്. അപ്പോൾ ഈ പോയിന്റിൽ കുത്തി ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കുക, ഈ പോയിന്റിൽ കുത്തി ഇഷ്ടമുള്ള അതേ അളവിൽ. ഇവിടെ നിന്ന് രണ്ടും ഈക്വൽ ഡിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഇവിടെ നിന്ന് എടുത്ത് വരയ്ക്കുന്ന അതേ റേഡിയസിൽ ഇവിടെ നിന്ന് എടുത്ത് വരയ്ക്കണം. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റും ഇതും കൂടി കൂട്ടി വരയ്ക്കുന്ന ലൈനാണ് ടാൻജന്റ്. അപ്പോൾ കണ്ടോ, Pയിലൂടെയുള്ള ടാൻജന്റ് വരയ്ക്കാൻ നമ്മൾ അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആ പോയിന്റിലൂടെയുള്ള റേഡിയസ് വരച്ചു. റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കോമ്പസ് വരയ്ക്കുന്ന വെച്ച് വരയ്ക്കുന്ന രീതിയാണ്. പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി വരച്ചാലും നമുക്ക് കിട്ടും. അപ്പോൾ കോമ്പസ് വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസിന്റെ ഇഷ്ടമുള്ള അളവെടുത്ത് ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുന്നു, അതേ അളവിൽ ഇപ്പോൾ വരയ്ക്കുന്നു. ഇനി ഇവിടെ കുത്തിയിട്ട് മോർ ദാൻ ഹാഫ് എടുത്ത് ഒരാർക്ക് അവിടെ വരയ്ക്കുന്നു, അതേ അളവിലൂടെ വരയ്ക്കുന്നു. കൂട്ടിമുട്ടുന്ന പോയിന്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഇത്രയും ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണിത്. അപ്പോൾ ഇത് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് Pയിലൂടെ വരച്ച ലൈനാണ്. അതുകൊണ്ട് ഇത് അതിന്റെ ടാൻജന്റ് ആണ്. ക്ലിയർ ആയ പറഞ്ഞ. അപ്പോൾ ഒരു പോയിന്റിലൂടെ ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ ആ പോയിന്റിലൂടെയുള്ള റേഡിയസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഓക്കെ, ഡ്രോ ദി ഫോളോയിങ് ഡയഗ്രാം വിത്ത് ഗിവൺ മെഷേഴ്സ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഗിവൺ മെഷേഴ്സിൽ കൃത്യമായിട്ട് വരയ്ക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്നത് ഇതൊരു ടാൻജന്റ് ആണ്. റേഡിയസ് 2.5 ആണ്. അപ്പോൾ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ്. അതിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഇതിലേക്ക് ടാൻജന്റ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അറിയില്ല, ഇതറിയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സർക്കിളിന്റെ റേഡിയസ് എന്താണ്? അപ്പോൾ സർക്കിൾ ആദ്യം വരയ്ക്കാം. അപ്പോൾ സർക്കിൾ വരയ്ക്കുന്നു. സർക്കിള് 2.5 സെന്റിമീറ്റർ. അപ്പോൾ 2.5 സെന്റിമീറ്റർ റേഡിയസ് സർക്കിൾ വരച്ചു. ഇനി ഒരു റേഡിയസ് വരയ്ക്കാം, ഈ റേഡിയസ്. അപ്പോൾ റേഡിയസ് വരച്ചു. ഇനി എന്ത് ചെയ്യണം? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കാം. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്തു? അപ്പുറം അതായത് റേഡിയസ് അല്പം നീട്ടിയിട്ട് ഈ പോയിന്റിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ ഒരു ആർക്ക്, ഇപ്പറേ ആർക്ക്, അങ്ങനെ 2 പോയിന്റ് കണ്ടെത്തുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് മോർ ദാൻ ഹാഫ് എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ നിന്നും മോർ ദാൻ ഹാഫ് എടുത്ത് ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്ന പോയിന്റ് നിങ്ങളുടെ കൂട്ടി നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ നീട്ടി വരച്ചപ്പോൾ ഈ ലൈൻ കിട്ടി, ടാൻജന്റ് കിട്ടി. അതിന്റെ ലെങ്ത് നമുക്കറിയില്ല, പക്ഷേ ഈ ലെങ്ത് അറിയാം. അപ്പോൾ ഈ പോയിന്റ് ഉണ്ട്,
ഈ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ കോമ്പസിൽ അളവെടുക്കുക, ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതെ ഈ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് 5 സെന്റിമീറ്ററും സ്കെയിലിൽ നിന്ന് 5 സെന്റിമീറ്റർ ആദ്യം മെഷർ ചെയ്യണം. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് 5 സെന്റിമീറ്റർ അങ്ങനെ ആർക്ക് വരച്ചു. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. അപ്പോൾ ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 2.5 ആണ്. ഈ ഫിഗർ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ പറഞ്ഞത്? ഫിഗർ കംപ്ലീറ്റ് ആയത് മനസ്സിലായോ? അപ്പോൾ ആദ്യം റേഡിയസ് സർക്കിൾ വരച്ചു, ഒരു റേഡിയസ് വരച്ചു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരച്ചു. അതിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് അറിയാം. അപ്പോൾ ഇവിടെ കുത്തി 5 സെന്റിമീറ്റർ അകലത്തിൽ ആർക്ക് വരച്ചു. അപ്പോൾ ഇത് 5 സെന്റിമീറ്റർ ആയി, ഇത് 2.5 ആയി. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടും. അതുപോലെ മറ്റൊരു ഫിഗർ ഇവിടെ തന്നിരിക്കുന്നത് ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ്. റേഡിയസ് അറിയില്ല. ഈ ടാൻജന്റിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. അതായത് ഈ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? റേഡിയസ് അറിയില്ല. അപ്പൊ ആദ്യമേ സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ലൈന് പെർപെൻഡിക്കുലർ ആണല്ലോ ഇത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചു, ഒരു ലൈൻ വെറുതെ വരച്ചു. ഇനി അതിലൊരു പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് ഇപ്പോൾ ഈ പോയിന്റിലൂടെ വരയ്ക്കാൻ പോകുന്നത്. ഈ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ ആയി വരയ്ക്കാൻ ഇതിൽ നിന്ന് തുല്യ അകലത്തിലുള്ള അപ്പുറം ഇപ്പുറയും ഒരേ പോയിന്റ് ആണ് ഏർപ്പെടുത്തി. ഇവിടെ ഇപ്പം ചെയ്ത പോലെ ഒരു നിശ്ചിത അളവിൽ ഒരു ആർക്ക് വരച്ചു, അതേ അളവിൽ ഇപ്പുറം വരച്ചു. ഇനി ഇവിടെ കുത്തിയിട്ട് മോർ ദാൻ ഹാഫ് എടുത്ത് അപ്പുറം ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് തന്നെ വരത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസിൽ ആർക്ക് കട്ട് ചെയ്യുക, നീട്ടി വരയ്ക്കുക. അപ്പോൾ ഒരു ലൈൻ കിട്ടി. അതിന്റെ ലെങ്ത് അറിയാൻ 2 യൂണിറ്റ്. അപ്പോൾ അതിൽ 2 യൂണിറ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് 2 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ 2 യൂണിറ്റ് വന്നു. ഇവിടെ ഈ ലൈൻ എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു ലൈൻ വരച്ചിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ ആണ് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ ഈ പോയിന്റ് കിട്ടി. കണ്ടോ ഈ പോയിന്റിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലെയുള്ള, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ പോയിന്റ് ആണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ അകലെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. അപ്പോൾ സെന്റർ കിട്ടി. കണ്ടോ? അപ്പോൾ സെന്ററിൽ കോമ്പസ് കുത്തിയിട്ട് ഇത് റേഡിയസ് ആയിട്ട് ഇനി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ കണ്ട ചിത്രം അതുപോലെ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റി. അപ്പോൾ ചെയ്തെന്താ? ആദ്യം സർക്കിൾ വരയ്ക്കാൻ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് അറിയില്ല, അതുകൊണ്ട് ആദ്യം വെറുതെ ഒരു ലൈൻ വരച്ചു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ നമുക്ക് പ്രൊട്രാക്ട് വെച്ച് വരച്ചാലും മതി കേട്ടോ. പ്രൊട്രാക്ട് വെച്ച് 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, അത് 4 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് 4 സെന്റിമീറ്റർ അതിൽ ആർക്ക് കട്ട് ചെയ്തു, ഈ പോയിന്റ് കിട്ടി. അപ്പോൾ സെന്റർ കിട്ടി. ഇതേ കുത്തി ഇത് റേഡിയസ് ആയിട്ട് എടുത്ത് സർക്കിൾ വരച്ചു. അപ്പോൾ ആ ചിത്രം നമുക്ക് കൃത്യമായിട്ട് കിട്ടി. പറഞ്ഞ മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ദി ടാൻജന്റ്സ് ഡ്രോൺ അറ്റ് ദി എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പാരലൽ. ഒരു സർക്കിളിന്റെ ഒരു ഡയമീറ്ററിന്റെ എൻഡിലൂടെ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് രണ്ടും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നോക്കുക, ഒരു സർക്കിള് അതിന്റെ ഒരു ഡയമീറ്റർ ആണ് പി ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിയിലൂടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്, ക്യൂയിലൂടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ഇത് ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരൂല ടാൻജന്റ്. അപ്പോ ആംഗിൾ എ ബി ആൻഡ് സി ഡി ആർ ടാൻജന്റ്സ്. പി ക്യൂ ഈസ് ദി ഡയമീറ്റർ. അപ്പോ നോക്കിയേ, ആംഗിൾ ഒ പി ബി കണ്ടോ, ഇത് 90 ആയിരിക്കും. എന്താ കാരണം? ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് ഉള്ളൂ. അപ്പൊ ഇത് ടാൻജന്റ് ആണ്. അപ്പോൾ ഈ ആംഗിൾ 90 ആണ്. അതുപോലെ ആംഗിൾ ഒ ക്യൂ സി എന്തായിരിക്കും? ആംഗിൾ ഒ ക്യൂ സിയും 90 തന്നെ. കാരണം ഇത് ടാൻജന്റ് ആണ്, റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ടാൻജന്റ്. അപ്പൊ നോക്കിക്കേ, ഇത് രണ്ടും 90 ആണ്. അതിന്റെ ഒറ്റ റീസൺ ആയിട്ട് ബ്രാക്കറ്റിൽ എഴുതി റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. അപ്പോ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് ടാൻജന്റ് ആണ്, ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് ടാൻജന്റ് ആയതുകൊണ്ട് 90 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പൊ നോക്കിയേ, ഇത് ടാൻജന്റ് ആയതുകൊണ്ട് ഈ ആംഗിൾ 90 കിട്ടി, ഇത് ടാൻജന്റ് ആയതുകൊണ്ട് ഈ ആംഗിൾ 90 കിട്ടി. അപ്പൊ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണ് അപ്പൊ അവിടെ കിട്ടിയത്. അപ്പോ സെൻസ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ഒ പി ബി എന്ന ആംഗിളും ഒ ക്യു സി എന്ന ആംഗിളും ഈക്വൽ ആയി. ഇത് 90 ഇത് 90 എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. അതായത് ഒ ക്യു സി എന്ന ആംഗിളും ഒ പി ബി എന്ന ആംഗിളും ഈക്വൽ ആയി. അപ്പൊ സെൻസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ, ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആംഗിൾ ആയി ഈക്വൽ ആയി. അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ലൈനും പാരലൽ. അപ്പോ വൺ പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ മീൻസ് ദി ലൈൻസ് ആർ പാരലൽ. അങ്ങനെ പറയാം. ഇനി മറ്റൊരു രീതിയിലും പറയാം. അതായത് ഒരു ലൈൻ, അത് ഈ ലൈന് പെർപെൻഡിക്കുലർ ആണ്, ഇത് ടാൻജന്റ് ആയതുകൊണ്ട് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതും ടാൻജന്റ് ആണ്.
അപ്പോൾ ഒരേ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് രണ്ടും പാരലൽ ആണ്, അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞാലും ശരിയാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആണ്, ഇത് ടാൻജന്റ് ആയതുകൊണ്ട് റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതുപോലെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആണ് സി ഡിയും. അപ്പോൾ ഒരേ ലൈനായ പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആണ് എ ബിയും സി ഡിയും. ഒരേ ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് പാരലൽ ആയിരിക്കും. സെയിം ലൈൻസ് പെർപെൻഡിക്കുലർ ടു സെയിം ലൈനാ പാരലൽ, അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If the tangents are drawn through the ends of a pair of perpendicular diameters of a circle, what type of quadrilateral is formed? അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയമീറ്റർ, അതിന്റെ എൻഡിലൂടെ ടാൻജന്റ് വരച്ചിരിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഒരു സർക്കിള്, ആ സർക്കിളിൽ ഒരു ഡയമീറ്റർ, ഇത് അതിന് പെർപെൻഡിക്കുലർ ആയ മറ്റൊരു ഡയമീറ്റർ, ഇതിന്റെ ഈ എൻഡിലൂടെ ടാൻജന്റ്, ഈ എൻഡിലൂടെ ടാൻജന്റ്, ഇതിലൂടെയും ടാൻജന്റ്, ഇതിലൂടെയും ടാൻജന്റ് വരയ്ക്കുന്നു. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ നോക്കി, ഇങ്ങനെ ഇതിന് ഈ രണ്ട് എൻഡ് പോയിന്റിലൂടെ ടാൻജന്റ് വരച്ചിരിക്കുന്നു, അതുപോലെ ഈ രണ്ട് എൻഡ് പോയിന്റിലൂടെ ടാൻജന്റ് വരച്ചിരിക്കുന്നു. അപ്പോൾ ഫോം ചെയ്ത ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് തരം ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 90 ആണ്, നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ടാൻജന്റ് ആയതുകൊണ്ട് ഡയമീറ്റർ പെർപെൻഡിക്കുലർ, അപ്പൊ ഈ ആംഗിൾ 90 ആണ്, ഇത് 90 ആണ്, കാരണം ടാൻജന്റ് ആണ്. ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡയമീറ്റർ. അപ്പൊ ഇത് 90, ഇത് 90, ഇത് 90 ആണ്. പിന്നെ നാലാമത്തെ ആംഗിൾ ബാക്കി എത്രയുണ്ട്? കാരണം ഏത് ക്വാഡ്രിലാറ്ററൽ എടുത്താലും 4 ആംഗിളും കൂടി കൂട്ടിയാൽ 360 ആണ്. അപ്പൊ 360 90 90 90 പോയ ബാക്കി 90. അപ്പൊ ആംഗിൾ ക്യൂവും 90 ആയിരിക്കും. അപ്പൊ ആംഗിൾ O ഈക്വൽ ടു ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി വി നോ, ബിക്കോസ് ഇത് ടാൻജന്റ്, ഇത് ടാൻജന്റ്, ഇത് ഗിവൺ. അപ്പോൾ ആംഗിൾ ക്യൂ 90 ആയി. അപ്പൊ ആംഗിൾ ക്യൂ 90 ആയി. ഇതുപോലെ ആംഗിൾ പി 90 ആണ്, ആംഗിൾ എസ് 90 ആണ്, കാരണം സെയിം റീസണാ. ആംഗിൾ ആർ 90 ആണ്. അപ്പോൾ ലൈക്ക് ദിസ് ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ എസ് ഈക്വൽ ടു 90. ഈ 4 ആംഗിൾ 90 ആയി. ഇനി നോക്കിക്കേ, ഇത് ഡയമീറ്റർ ആണ്, ആ ഡയമീറ്ററിന് ഈക്വൽ അല്ലേ ഇത്, കാരണം ഇത് രണ്ടും പാരലൽ ആണ്. ഇതിന് പാരലൽ ആണിത്, ഇതിന് പാരലൽ ആണിത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. അതുപോലെ ഈ ഡയമീറ്ററിന് ഈക്വൽ ആണ് ഈ ലെങ്ത്. അപ്പൊ നോക്കിക്കേ, ഈ ലെങ്ത് 4ഉം ഈക്വൽ ആയി, കാരണം ആ സൈഡ്സ് എല്ലാം ഡയമീറ്ററിന് ഈക്വൽ ആയി. സോ പി ക്യു ഈക്വൽ ടു ക്യു ആർ ഈക്വൽ ടു ആർ എസ് ഈക്വൽ ടു പി എസ് ഈക്വൽ ടു ഡയമീറ്റർ. അപ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, കൂടാതെ 1 ആംഗിൾ 90 ആണ്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് തരം ക്വാഡ്രിലാറ്ററൽ ആണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ. പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ എക്സസൈസ് കൊടുത്തിരിക്കുന്ന 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ടാൻജന്റ് എന്നും ടാൻജന്റും ഡയമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.